ഹായ്, എല്ലാവർക്കും മലയാളി വില്ലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. എന്താണെന്നറിയോ, എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ഞാൻ കുറച്ച് നാളേ ആയുള്ളൂ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്. അപ്പം അതിൽ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹത്തിനും ഒരുപാട് നന്ദി. പിന്നെ ഞാനിന്ന് വന്നേക്കുന്ന ടോപ്പിക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മാനിഫെസ്റ്റേഷൻ? അത് പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ഉണ്ട്, നെഗറ്റീവ് മാനിഫെസ്റ്റേഷനും ഉണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യവും നെഗറ്റീവായിട്ട് ചിന്തിക്കാത്ത ആൾക്കാരാണ്. ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്, ചിന്തിക്കാത്ത ആൾക്കാരുമുണ്ട്. നമുക്ക് പോസിറ്റീവ് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും നടക്കണം എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ നെഗറ്റീവിന് അതിന് ഇടവരുന്നില്ല. നെഗറ്റീവ് അവിടെ പോയി, നെഗറ്റീവിനെ ചിന്തിക്കുന്നില്ല, അതിനെ വിട്ടേക്കുക. പക്ഷേ നമ്മുടെ ഒരു ജീവിതത്തിൽ പോസിറ്റീവ് മാത്രം സംഭവിക്കുന്നത് നമുക്ക് പറയാനും പറ്റില്ല. നെഗറ്റീവും വരും. ആ നെഗറ്റീവ് എങ്ങനെയാണ് വരുന്നത്? നെഗറ്റീവായിട്ടുള്ള എനർജിയെ നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ വിട്ടിട്ട് നമ്മളത് നെഗറ്റീവായിട്ട് ഉള്ളിലേക്ക് എടുത്ത് ആ കാര്യം അന്നത്തെ ദിവസം നെഗറ്റീവ് ഫുൾ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് നമ്മൾ നെഗറ്റീവ് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഉന്മേഷമായിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും രാത്രി കിടക്കുമ്പോഴത്തേക്കും നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മളെ ഡ്രീം എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് ഡ്രീമായിട്ട് ഉണ്ടെന്നുള്ളത് എഴുതി വയ്ക്കുക. കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതിനകത്ത് ഏറ്റവും ചെറിയ കാര്യത്തിൽ നമുക്ക് തുടങ്ങാം. ഞാനിന്ന് ആദ്യം പോസിറ്റീവായിട്ട് പറയാം. പോസിറ്റീവ് വൈബ് നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലായിരുന്നു? സാക്ഷാത്കാരം, ആവിർഭാവം, പ്രകടനം, പ്രത്യക്ഷമാക്കൽ, ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ്റെ ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനകത്ത് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ്, നമ്മളെ ചിന്തകളിലേക്ക് നമ്മൾ പോസിറ്റീവ് എനർജി ചിന്തയിലേക്ക് കൊടുത്തിട്ട് അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് ആവാഹിച്ച് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് പുറത്തോട്ട് നമ്മൾ രാവിലെ ഊണിലും ഉറക്കത്തിലും പോസിറ്റീവ് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് നോ എന്ന ഒരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യം, ഒരു വീട് വെക്കണം, നമ്മുടെ ഒരു സ്വപ്നമാണത്. ഒരു വീട് വെക്കലെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയല്ലേ? ഒരു സ്വപ്ന മാളികയാണ് വീടെന്ന് പറയുന്നത്. ആ വീട് വെക്കണതിനകത്ത് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ട് എനിക്ക് വീട് വെക്കാനായിട്ട് പറ്റുമോ, ചെയ്യാൻ പറ്റില്ലേ, പറ്റുമോ, ചെയ്യാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിടുക. പറ്റും, ചെയ്യും, ആകണം, ചെയ്യണം എന്നുള്ളത് മാത്രം മതി നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പം എനിക്ക് വീട് വയ്ക്കാൻ സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എനിക്കതിന് സാധിക്കുമല്ലോ, ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുമല്ലോ, എനിക്കത് ചെയ്യണമല്ലോ, എനിക്കത് കിട്ടണമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പം ഈ കാര്യം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനെയും ബോധ മനസ്സിനെയും ഈ പോസിറ്റീവ് എനർജി കൊടുത്ത് ആ ചിന്തയിലേക്ക് പോസിറ്റീവ് വൈബിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അന്ന് മുഴുവനും, അന്നെന്നല്ല നമ്മുടെ പിന്നെ ചിന്തയിലേക്ക് വരുന്നത് മുഴുവനും നമുക്കത് ചെയ്യണം എന്നിങ്ങനെ ആക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാണ്ട് നമുക്ക് ആ കാര്യത്തിനുള്ള പൈസയായിട്ടാണെങ്കിലും ആളായിട്ടാണെങ്കിലും സഹായങ്ങളായിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ആ സമയത്ത് എത്തിച്ചേർന്ന് നമുക്ക് അതിന് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ. അതെന്താണെന്ന് മനസ്സിലാക്കി തന്നതാണ് ടൈന്. അതേപോലെ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച സമയത്തിന് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾക്കൊരു ട്വിൻസിനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു കളിക്കാനൊരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ, അപ്പോൾ അങ്ങനെ രണ്ടുപേരായിട്ട് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും എന്തോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ട്വിൻസിനെ വേണം എന്നുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ട്വിൻസ് വരണം എന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും, കടയിൽ പോയാലും അല്ലെങ്കിൽ വീട്ടിൽ പഴം കുലച്ച് കഴിയുമ്പോഴത്തേക്ക്, വാഴ കുലച്ച് കഴിയുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇരട്ടപ്പഴം ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ടിട്ട് കഴിപ്പിക്കുമായിരുന്നു എപ്പോഴും. അപ്പം വാഴപ്പഴം ഇരട്ടപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാകണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ പഴയ ഇരട്ടപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ പണ്ട് തുടങ്ങി ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇരട്ടപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നു. അപ്പം ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഇത് കഴിച്ചോ, ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നത്. പഴം കഴിച്ചത് കൊണ്ടല്ല ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നത് കേട്ടോ, അതിന് നമ്മളും കൂടി ശ്രമിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇരട്ടപ്പഴം ഒരുപാട് കഴിച്ച്, പക്ഷെ നമ്മൾ യാതൊരുവിധ പ്രിപ്പറേഷനോ ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കാണ്ട് ഇത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് അവൾ ചെന്ന് സ്കാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോള് ആദ്യം പറഞ്ഞു, മമ്മി ട്വിൻസാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങൾ അതിനു വേണ്ടി യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് ട്രീറ്റ്മെൻറ്റും നടത്തില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ട്, ട്രീറ്റ്മെൻറ്റാണോ, ട്രീറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഉണ്ടായിരുന്നു? ഒരിക്കലും അല്ല കേട്ടോ, അത് നമ്മുടെ മനസ്സിലേക്ക് ഞങ്ങൾ പറഞ്ഞ ഒരു ഇത് അവളുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അവളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾക്കത് സാഫല്യമായി കിട്ടി, സാക്ഷാത്കാരമായി. അതാണ് ഞാൻ പറഞ്ഞത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കൊണ്ടിട്ട്. അതിൻ്റെ പോസിറ്റീവ് ഞാൻ പറഞ്ഞതിപ്പോൾ. അതിന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇപ്പോൾ ഉന്മേഷത്തോടു കൂടി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല, ശരീരം കൊണ്ടിട്ട് തീരെ പറ്റുന്നില്ല. എനിക്ക് തലവേദന എടുക്കുന്നു, ശരീരം വേദന എടുക്കുന്നു, നെഞ്ചുവേദന എടുക്കുന്നു, വയറുവേദന എടുക്കുന്നു. അത് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് എനർജിയായി. പിന്നെ അത് നമ്മുടെ ചിന്തയിലേക്ക് കയറുകയാണ്. നമ്മൾ രാവിലെ എണീറ്റതിന്ന് സുഖമില്ലാണ്ട് വയ്യാണ്ടായിട്ടല്ലേ, അപ്പോൾ ആ നെഗറ്റീവ് എനർജി മനസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും വയ്യ, ശരീരം മൊത്തം വേദന എടുത്തിട്ട് പാടില്ല, വയറുവേദന എടുത്തിട്ട് പാടില്ല, തലവേദന ഇന്നത്തെ ദിവസമേ കൊള്ളൂല. അത് പറഞ്ഞ് ആ ചിന്തകളിലേക്ക് കയറി നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞതാണ് നമ്മുടെ ശരീരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വന്നേക്കുന്നത് ആ നെഗറ്റീവ് എനർജി കൊണ്ടിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഈ നെഗറ്റീവ് എനർജിയെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകളിലേക്ക് കടത്തിവിടാണ്ടിരിക്കുക. നമ്മൾ പോസിറ്റീവ് വൈബ് മാത്രം നമ്മുടെ ചിന്തകളിലേക്ക് കൊടുക്കുക, പോസിറ്റീവ് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, അനുകരിക്കുക. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുകയുള്ളൂ. എൻ്റെ അനുഭവം കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്, എനിക്ക് അനുഭവം കൊണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചതാണ്. അപ്പം എല്ലാവർക്കും പോസിറ്റീവ് മാത്രം ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നല്ല രീതിയിൽ എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കമൻറ്റുകളിൽ കൂടിയിട്ട് അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അതിന് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട്. അതിന് വെച്ചാൽ ഞാൻ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും അതിൽ നിന്ന് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പം നല്ലൊരു ദിനം നേർന്നുകൊണ്ടിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതിലേക്കും ബൈ.